ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഫിറ്റ്നസ് ആയിരുന്നു മെയിൻ കണ്ടൻറ്. ഇപ്പോൾ ഫുള്ള് ഫാമിലി വ്ളോഗ്സ് ആണ്. മീൻസ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, വ്ളോഗുകൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഒരുപാട് പേര് ഫിറ്റ്നസ് വ്ളോഗുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഫിറ്റ്നസ് വിട്ടോ, ഫിറ്റ്നസ് ഇപ്പോൾ ഒന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ കുറച്ചധികം തിരക്കുകൾ, ഫാമിലി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ്, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തിരക്കുകളൊക്കെ കാരണം ഫിറ്റ്നസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ നമ്മൾ ഫിറ്റ്നസ് ഒരിക്കലും വിട്ട് കളയില്ല, അത് നമ്മുടെ മെയിൻ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമ്മുടെ ഒരു ഫിറ്റ്നസ് വ്ളോഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതും ഒരു ഫസ്റ്റ് തന്നെ ഒരു ചലഞ്ച് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ്. നമുക്കത് മിക്കവാറും ഉടൻ തന്നെ ഉണ്ടാവും. അത് നമ്മുടെ ജിമ്മിൽ വെച്ചിട്ടായിരിക്കും, മാച്ച് ഫിറ്റിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി എന്തെങ്കിലും ഒരു ചലഞ്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. നമ്മുടെ ജിം ബഡീസുമായിട്ട് നല്ല സൂപ്പർ ഒരു വ്ളോഗ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു ട്രാൻസ്ഫർമേഷൻ അപ്ഡേഷൻ ഇട്ടിരുന്നു, 2 months ട്രാൻസ്ഫർമേഷൻ്റെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-12 ദിവസമായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട്. ഡയറ്റ് ഒരുവിധം കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും ഓണം ആ ഒരു സമയത്തൊക്കെ, നമുക്ക് വർഷത്തിലൊരിക്കൽ വരുന്നതാണ് ഓണം. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ നമുക്കൊരിക്കലും ഡയറ്റൊന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയണ്ടേ, ഡയറ്റൊക്കെ വിട്ടിട്ട് സദ്യയൊക്കെ നന്നായിട്ട് കഴിച്ചു, ഷുഗർ കഴിച്ചു. ഇതൊന്നും കഴിക്കുന്നത് തെറ്റല്ല, നമ്മൾ കാലറീസ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി. പിന്നെ ഷുഗർ ഏകദേശം ഒരു 8 മാസമൊക്കെ എടുക്കുന്നില്ലായിരുന്നു, അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ബോഡിയിൽ ഇപ്പം അത്യാവശ്യം വീണ്ടും കുറഞ്ഞതൊക്കെ വീണ്ടും ഒക്കെ കൂടി വയറൊക്കെ ചാടിയ ഒരവസ്ഥ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ബാക്ക് ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 2 മാസം, ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം അടുത്ത് ആവാറായി ട്രാൻസ്ഫോർമേഷൻ അപ്ഡേഷൻ ഇട്ടിട്ട്. ഏകദേശം ഒരു 20 days ഒക്കെ എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് ദിവസം നമ്മുടെ മുന്നിൽ. ഏകദേശം ഒരു 1 month എപ്പോൾ എന്തായാലും ഉണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ മാക്സിമം നമ്മുടെ ബോഡി എത്രത്തോളം അടിപൊളിയാക്കാം അത്രത്തോളം അടിപൊളിയാക്കിയിട്ട് സൂപ്പറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഫിറ്റ്നസ് വ്ളോഗ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക് ടു ഒരു ഫീൽഡിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. വർക്കൗട്ട് സ്പ്ലിറ്റ് ആവട്ടെ, എല്ലാം നമുക്കൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡയറ്റാണ് മെയിൻ. ഡയറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് തിങ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തിങ്സ് വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോകേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം കൂടെ ആരും ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം, എന്തൊക്കെയാണ് വാങ്ങുന്നത്, എൻ്റെ ഡയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. എന്തൊക്കെ വാങ്ങിയിട്ട് വരുന്നു അങ്ങനെയുള്ളതൊക്കെ കാണിക്കാം. അത് കണ്ടിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാം, എൻ്റെ ഡയറ്റ് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് കാണിക്കാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. തനിച്ചായതുകൊണ്ട് എന്താ പറയണ്ടേ, ഷോപ്പ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നോർമലി ജസ്റ്റ് ഒരു 1 week ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ബ്രെഡ്, കണക്ക് തന്നെ പംകിൻ സീഡ്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കടല ഐറ്റംസ്, അതുപോലെ ഗ്രീക്ക് യോഗട്ട്, അൺസേർവഡ് ആണ് കേട്ടോ. പിന്നെ ഓട്സ് വാങ്ങിച്ചിട്ടുണ്ട്, മൾട്ടിഗ്രെയിൻ ഓട്സ് ആണ്. മൾട്ടിഗ്രെയിൻ ഓട്സ് തിരഞ്ഞെടുക്കാൻ വേറെ കാര്യം, അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സീഡ്സ് വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ നമുക്ക് കിട്ടും. നോർമലി നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് നല്ല കുറവായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈബറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ വെജിറ്റബിൾസിലൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഫൈബേഴ്സ് ഉണ്ടാവാറുള്ളൂ. ഇതിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലാക്സ് സീഡ്, അത് കണക്ക് തന്നെ ചിയ സീഡ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫൈബർ റിച്ച് ആയിരിക്കും. പിന്നെ
കുറച്ച് ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഓവർനൈറ്റ് ഓട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സിൽ ഇതിൽ ഗുവയാണ്. ഇതിൽ ഏകദേശം ഇതിലും ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് ഇതൊക്കെ നന്നായിട്ടുള്ളതാണ്. അപ്പോൾ ഗുവ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നോർമൽ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറിയിൽ ക്യാരറ്റ് ആൻഡ് കുക്കുംബർ, ഈ 2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പയർ, കടല, ഒനിയൻ അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഇത് ചോക്ലേറ്റ് അല്ല, ഇത് എഗ്ഗ്, മുട്ടയാണ്. മീൻസ് ബൈക്കിലാണ് പോയത്, അതുകൊണ്ട് സേഫായിട്ട് കൊണ്ടുവരാനായിട്ട് അവിടുത്തെ ചേട്ടൻ പാക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഒരു 40 മുട്ട വാങ്ങിയിട്ടുണ്ട്. അതുപോലെ കുറേ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അത് ഓൾറെഡി കിച്ചണിലുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിലവിൽ ഇവിടെ ഇരിപ്പുണ്ട്. മിൽക്ക് വാങ്ങുന്നത് മീൻസ് ബോക്സിൽ വരുന്ന മിൽക്കാണ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും തിങ്സാണ് വാങ്ങിച്ചത്. അറൗണ്ട് ഏകദേശം ഒരു 992 1000 രൂപ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഓട്സൊക്കെ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 1 മന്ത് പോകും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ്, ഓട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ഡെയിലി ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ ഭയങ്കര ടഫായിട്ട് കാണുന്നതുകൊണ്ടാണ് മിക്ക ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ടഫായിട്ട് കാണണ്ട, നോർമൽ ഒരു തിങ്ങായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് സൂപ്പറായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു എന്താ പറയണ്ടേ, ഞാൻ ആക്ച്വലി ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ പ്രെപ്പായിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ നോർമലി എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കണം. പിന്നെ എന്താ പറയുക, കുറേ എല്ലാ ബോയ്സിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ ഒരു ഇച്ചിരി ഒരു മസ്കുലർ, ഒരു എസ്തറ്റിക് ബോഡി ആ ഒരു ലുക്കിൽ വരണമെന്നുള്ളത്. അതേപോലെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡിൽ ആവണമെന്നുള്ളൊരു പ്ലാനിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഒരു 8 മാസം ഡയറ്റിൽ എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നത് ഞാൻ മന്തി കഴിക്കാറുണ്ട്, അൽഫാം കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, പൊറോട്ട കഴിക്കാറുണ്ട്, എല്ലാം കഴിക്കാറുണ്ട് ഞാൻ. അതിനകത്ത് ഷുഗർ ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നു. കാരണം ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് ക്രേവിങ്സ് ഭയങ്കര കൂടുതലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയ സമയത്ത് എൻ്റെ ബോഡി അത്യാവശ്യം വൾഗറായിട്ട് ആ ഒരു മെത്തേഡിലായിരുന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചസിലേക്ക് വരണമെങ്കിൽ ഷുഗർ കട്ട് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എനിക്ക് ഈ ക്രേവിങ്സ് ഉള്ളത് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടയിൽ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്കത് കട്ടായി പോകും. അതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഷുഗർ കഴിക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം നമ്മുടെ കാലറി, നമ്മുടെ ഒരു മെയിൻ്റെനൻസ് കാലറി അല്ലെങ്കിൽ ഡെഫിസിറ്റിൽ കഴിക്കാൻ നോക്കുക. അത് പ്ലാൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ കഴിച്ചാലും ഓയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ നോക്കുക. കൂടുതലും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, 1 മെയിൻ കാലറി, പിന്നെ 2 വർക്കൗട്ട്, അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് ഇട്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക്, അതുപോലെ റെസ്റ്റ്, ഇങ്ങനെയുള്ള ഈ 4 മെയിൻ ഫാക്ടേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ മാക്സിമം നന്നായിട്ട് ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് വരാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു 8 മാസത്തിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഫീൽ ആയിട്ടുണ്ട്, എനിക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്ത മെത്തേഡ്സും ആണത്. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് കാണാതെ സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹെൽത്ത് നോക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരു നാൾ അതൊക്കെ നഷ്ടപ്പെടും. എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ഹെൽത്ത് നന്നായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ബെറ്ററായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൽ ഒരു നല്ലൊരു എക്സ്പെൻസ് വരും. ബട്ട് അറ്റ് ദി എൻഡ് മനസ്സിലാക്കുക, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ വെറുതെ ചിലവാക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനിൽ അങ്ങനെ ചിന്തിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പൈസ ചിലവാക്കുന്നത് വർത്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ഇരിക്കുക. സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ.